2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലെത്തുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശം. 2017 നരേന്ദ്രമോദി ഇതിനു മുമ്പ് ഇസ്രായേൽ പോയത്. അതിനുശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തുന്നത്. ഇസ്രായേൽ രൂപീകരണ സമയത്ത് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ രൂപീകരണത്തെ എതിർത്ത പാരമ്പര്യമാണ് നമുക്കുള്ളത്. പിന്നീടാണ് നമ്മൾ ഇസ്രായേലുമായിട്ട് നയതന്ത്രപരമായ ബന്ധം തുടങ്ങുന്നത് തന്നെ. ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. ആദ്യമായിട്ട് അദ്ദേഹം ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്നത്. ഏതായാലും മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇസ്രായേലിനകത്ത് തന്നെ വ്യാപകമായ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ പത്രമായ ജെറുസലേം പോസ്റ്റ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മോഡിയുടെ വരവിന് അവർ നൽകിയിരിക്കുന്ന പ്രാധാന്യം. ഒന്നാമത്തെ ഫ്രണ്ട് പേജിൽ തന്നെ മോഡിയുടെ ചിത്രവും സഹിതമുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. നമസ്തേ ശാലോം എന്നാണ് അവർ അതിന് പറഞ്ഞിരിക്കുന്നത്. നമസ്തേ എന്ന് പറയുന്നത് ഇന്ത്യൻ വാക്കാണ്. നമ്മൾ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നത് നമസ്തേ പറഞ്ഞിട്ടാണ്. ശാലോം എന്നുള്ളതും ഒരു അഭിവാദ്യ വാക്കാണ്. ശാലോം എന്ന് പറയുന്നത് ശാന്തി, സമാധാനം എന്നാണ്. പക്ഷെ ആളുകൾ ഹീബ്രു ഭാഷയിൽ ശാലോം എന്ന് പറയുന്നത് ആളുകളെ അഭിവാദ്യം ചെയ്യുകയാണ്, വണങ്ങുന്നതാണ് ശാലോം എന്ന് പറയുന്നത്. അങ്ങനെ നമസ്തേ ശാലോം എന്നൊരു വാക്കിലൂടെയാണ് അവര് പത്രം മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് നിരവധി ലേഖനങ്ങളാണ് മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് മോഡിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ വിമർശിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ എല്ലാ നയതന്ത്രപരമായ നീക്കങ്ങളെയും അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാ സമീപനങ്ങളെയും ഓരോന്നിനെയും എതിർക്കുന്നൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സന്ദർശനത്തെ കോൺഗ്രസ് വിമർശിച്ചതിൽ വലിയൊരു പ്രത്യേകതയൊന്നും നമുക്ക് കാണാനില്ല. എന്തു തന്നെയായാലും മോഡി ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ സംഘർഷഭരിതമായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് നൂറുകണക്കിന് ആളുകളെ വെടിവെച്ചു കൊള്ളുകയും നിരവധി പേരെ തടവുകാരാക്കുകയും ചെയ്തത്. ഏതാണ്ട് 2 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ വിട്ടത്. ഇപ്പം ഇസ്രായേൽ പലസ്തീനിൽ ഗാസയിൽ ഏതാണ്ടെല്ലാം സമാധാനമായിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബോർഡ് ഓഫ് പീസ് ആണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നമുക്കറിയാം, രാജ്യത്ത് എമ്പാടും അല്ലെങ്കിൽ ലോകത്തെമ്പാടും തന്നെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വലിയ ചർച്ചാ വിഷയമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിരവധി പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും റാലികളും ഒക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇസ്രായേലിന് എതിരായിട്ടുള്ള പ്രകടനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇങ്ങനെയൊരു പരിതസ്ഥിതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. ഈ സമയത്ത് മറ്റൊരു ആഗോള രംഗത്ത് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലൊരു സംഘർഷത്തിന്റെ സാധ്യത ഏറ്റവും അധികം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അമേരിക്ക ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനം വരെ നടത്തിയിരിക്കുകയാണ്. അതേ സമയത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അവിടുത്തെ മതഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം നടക്കുകയാണ്, യുവാക്കളുടെ പ്രക്ഷോഭം നടക്കുകയാണ്. മതഭരണാധികാരികൾക്കെതിരായ പ്രക്ഷോഭമാണ്. അവർ അമേരിക്കയുടെയൊക്കെ സഹായം ആവശ്യപ്പെട്ടു. ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുത്തെ മതഭരണാധികാരികളെ പുറത്താക്കാൻ കഴിയൂ എന്നാണ് അവർ പറഞ്ഞത്. അമേരിക്ക ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു സമയവും അമേരിക്ക ഇറാൻ ആക്രമിക്കാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ സാധ്യത ഇപ്പോഴുണ്ട്. ഇറാനിലെ ആണവ പരിപാടികളൊക്കെ തന്നെ നിർത്തണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. അപ്പൊ അതിനെ തുടർന്നാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള അവസാന വട്ട ചർച്ചകൾ, ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത്. നേരത്തെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ളൊരു ശത്രുതയുണ്ടായിരുന്നു, ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധവുമാണുള്ളത്. അപ്പൊ ഈ ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ഹെക്സഗൺ അലയൻസ് എന്ന് പറയുന്ന ഒരു അലയൻസ് ആണ്. അതായത് മെഡിറ്ററേനിയൻ രാഷ്ട്രങ്ങളായ സൈപ്രസും ഗ്രീസും ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 6 രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന സഖ്യം എന്ന് പറയുന്നത് സുന്നി ഷിയ തീവ്രവാദത്തിനെതിരായിട്ട്, ഉദാഹരണത്തിന് ലെബനൻ ഹിസ്ബുൾ പോലുള്ള സുന്നി തീവ്രവാദികളും അതേപോലെ തന്നെ ഇറാൻ കേന്ദ്രീകരിച്ച ഷിയ തീവ്രവാദികളൊക്കെ തന്നെ ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സുന്നി ഷിയ തീവ്രവാദത്തിനെതിരായ ഒരു ഹെക്സഗൺ അലയൻസ്, അതിനകത്ത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്.
നെതന്യാഹു പറയുന്നത്. പക്ഷെ ഏതൊക്കെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ത്യയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഇങ്ങനെ ഒരു ഹെക്സഗൺ അലയൻസിനകത്ത് ഭാഗമാകൂ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഔപചാരികമായി ക്ഷണിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചർച്ച ചെയ്യുന്ന അദ്ദേഹം ഇസ്രായേലിലെ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗുമായിട്ടും മോദി ചർച്ച ചെയ്യും. അവരുടെ പാർലമെന്റായ നെസറ്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകളുണ്ട്. സാങ്കേതിക ശാസ്ത്രം, ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കൈമാറ്റങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ ആധുനിക മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലാണെങ്കിലും, അതേപോലെ തന്നെ ഇന്നോവേഷന്റെ കാര്യത്തിലാണെങ്കിലും, അതേപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും, മറ്റ് വ്യാപാര വാണിജ്യ ഇടപാടുകളുടെ കാര്യത്തിലാണെങ്കിലും, പ്രതിരോധത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും, അങ്ങനെ നിരവധി മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഖ്യമുണ്ട്, ചർച്ചകളുണ്ട്, ഇടപാടുകളുണ്ട്. ഇതൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം. ഏതായാലും ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ മോഡിയുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ തീരുവയുടെ പേരിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ സന്ദർശനം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്.